ഹൈദരാബാദ് നിയമസർവകലാശാലയിലെ എൻറോൾമെന്റ് വിലക്കിൽ മാപ്പു പറഞ്ഞ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്ര വിദ്യാർത്ഥികളുടെ വികാരം അംഗീകരിക്കുന്നുവെന്ന് BCI ചെയർമാൻ പറഞ്ഞു. ചെയർമാൻ മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് നൽസാർ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 702 പേർ പ്രസ്താവന ഇറക്കിയിരുന്നു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, വിദ്യാർത്ഥികൾ പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ് ഇടനിൽക്കാൻ എന്ന്. വിദ്യാർത്ഥികളും താനുമായുള്ള ആശയവിനിമയത്തിൽ എന്താണ് BCIക്ക് കാര്യം എന്ന് ചോദിച്ചത് കോടതി തന്നെയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് മാപ്പു പറച്ചിൽ. മധു, ഈ നൽസാർ ഹൈദരാബാദിലെ നിയമ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് എൻറോൾമെന്റ് വിലക്ക് ഏർപ്പെടുത്തിയ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻ കുമാർ മിശ്രയുടെ നടപടിയിൽ വളരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും മുതിർന്ന ബാർ കൗൺസിൽ അംഗങ്ങൾ, കേരളത്തിൽ നിന്നുള്ള ബാർ കൗൺസിൽ അംഗം N മനോജ് കുമാർ അടക്കം, ഒപ്പം മുതിർന്ന അഭിഭാഷകർ, സുപ്രീം കോടതിയിലെ അഭിഭാഷകർ, അതിന് പിന്നാലെ ചീഫ് ജസ്റ്റിസ് അടക്കം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ആണ് ഈ നടപടികളെല്ലാം ബാർ കൗൺസിൽ പിൻവലിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് ഈ സർവകലാശാലയിൽ ഏതാണ്ട് 702 വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഒരു പ്രസ്താവന ഇന്ന് പുറത്തു വന്നിരുന്നു. അത് ബാർ കൗൺസിൽ ചെയർമാൻ ഈ നടപടികൾ പിൻവലിച്ചതിൽ മാപ്പ് പറയണം, നടപടികൾ ഏർപ്പെടുത്തിയതിൽ മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഉയർത്തിയിരുന്നത്. ഇക്കാര്യം അംഗീകരിച്ചാണ് മനൻ കുമാർ മിശ്ര മാപ്പ് പറഞ്ഞത്. അക്കാര്യം കത്ത് മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. മാത്രമല്ല, വിദ്യാർത്ഥികളുടെ വികാരം അംഗീകരിക്കുന്നു, താൻ ഖേദം പ്രകടിപ്പിക്കുന്നു, ഈ സംഭവിച്ച കാര്യങ്ങളിലെല്ലാം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന കാര്യമാണ് മനൻ കുമാർ മിശ്ര വെളിപ്പെടുത്തുകയും ചെയ്തത്. മനൻ കുമാർ മിശ്രയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം അഭിഭാഷക ലോകത്ത് നിന്ന് തന്നെ നിലവിലുണ്ട്. പ്രത്യേകിച്ചും മനൻ കുമാർ മിശ്രയുടെ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം പ്രത്യേകിച്ചും അഭിഭാഷകരുടെ ബിരുദം നേടിയ വിദ്യാർത്ഥികൾ എൻറോൾമെന്റ് എന്നത് ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ല. അക്കാര്യം തടസ്സപ്പെടുത്താനാണ് മനൻ കുമാർ മിശ്ര ശ്രമിച്ചത്. അതാണ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരിൽ നിന്ന് കടുത്ത പ്രതിഷേധം ഉയർന്നത്. മാത്രമല്ല, ചീഫ് ജസ്റ്റിസ് തന്നെ നേരത്തെ മാധവ് സൂചിപ്പിച്ചതാണ്, ചീഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് താനും വിദ്യാർത്ഥികളും തമ്മിലുള്ള കാര്യമാണ്. ഇതിനിടയിൽ ബാർ കൗൺസിലിന് എന്താണ് കാര്യം എന്നതടക്കമുള്ള കടുത്ത ഭാഷകളുടെ വിമർശനം സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു, നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് മനൻ കുമാർ മിശ്ര ഒറ്റപ്പെട്ടത്. സ്വാഭാവികമായും ഏറ്റവും ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്നു. നൽസാർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ബാർ കൗൺസിൽ ചെയർമാൻ നൽസാർ വിദ്യാർത്ഥികളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. അവരുടെ എൻറോൾമെന്റുമായി ബന്ധപ്പെട്ട എൻറോൾമെന്റ് റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ നിർദ്ദേശത്തിന്റെ പേരിലാണ് അത്. വിദ്യാർത്ഥികൾ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കോടതി തന്നെ ഇടപെടുന്ന സാഹചര്യം.